Recent trends in curriculum construction, integrated approach, കൺസെപ്റ്റ്, തിയറീസ്, പ്രോസസ്സ്, അതേപോലെ തന്നെ ഫാക്ട്സ് ഒക്കെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ചാണ്. പണ്ട് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമായിരുന്നു, ടീച്ചർ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷനാണ്. പീപ്പിൾ സെൻറ്റേർഡ് കരിക്കുലം, യൂസ് ഓഫ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ്, ലേണേഴ്സിന് അവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ക്ലാസ്സസ് കേൾക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. കൺസെപ്ച്വൽ ലേണിംഗ് കോമ്പറ്റൻസി ബേസ്ഡ് ആണ്. അവർക്ക് സ്കിൽ എൻഹാൻസ്, കോമ്പറ്റൻസിയും സ്കില്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് സൈക്കിൾ ഓടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് സ്കില്ലായി. ബട്ട് അയാൾ തന്നെ സൈക്കിൾ ചവിട്ടുന്നതിനുള്ള ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ലെവലിൽ അത്രത്തോളം സ്കിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് കോമ്പറ്റൻസി എൻഹാൻസ് ചെയ്യുക. സോ കോമ്പറ്റൻസി ബേസ്ഡ് ആ ഒരു സ്കില്ല് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യണം. പിന്നെ കൺസ്ട്രക്റ്റിവിസം, കുട്ടികളാണ് അവിടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോഷ്യൽ ഇഷ്യൂസ് ഓറിയൻറ്റഡ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ സ്റ്റുഡൻസിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഡ്യൂട്ടി ടീച്ചറിൻ്റെയാണ്. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഡിബേറ്റൊക്കെ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. യൂസ് ഓഫ് ലോ കോസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കൊമേഴ്സ് ക്ലാസ്സസൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാം.